ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. വയനാടിന്റെ തെരുവ് വീതിയിലൂടെ ഞങ്ങൾ രണ്ടുപേർ അച്ചാലും പൊച്ചാലും നടക്കുന്നു. പൂരി കഴിക്കാൻ വന്നിരിക്കുന്നു. ഹേ ഗായ്സ്, അങ്ങനെ സമയം വെളുപ്പിന് 1 മണി ആവാറായിട്ടുണ്ട്. ഞാൻ ദേ പെരുമ്പാവൂർ സ്റ്റാൻഡിൽ നിന്ന് ചായ കുടിക്കുകയാണ്. ഞാൻ മാത്രല്ല കേട്ടോ, എന്റെ കൂടെ ദേ അനന്തവും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി വയനാടിന് ബസ്സും കാത്ത് നിൽക്കാണ് ദേ ബസ് സ്റ്റാൻഡില്. അങ്ങനെ ബസ് വന്ന് ബസ്സിന്റെ ഉള്ളിൽ കയറി ഇരിപ്പായുണ്ട്. ഇനി നേരെ വയനാട്ടിലേക്കുള്ള യാത്ര. ബസ്സിലിരുന്ന് ഉറങ്ങാനുള്ള എല്ലാ സജ്ജീകരണങ്ങളായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും വന്നത്. ഇനി കയറി കിടന്ന് നല്ലൊരു ഉറക്കം ഉറങ്ങുക. അത് തന്നെ 7 മണി എങ്ങാണ്ടാവും വയനാട് വരെ ചെല്ലുമ്പോഴേക്കും. ബാക്ക് സീറ്റിലാണ് ഇരിക്കണത്. ഉറങ്ങാൻ പറ്റിയാ മതിയായിരുന്നു. കുലുങ്ങി കുലുങ്ങി ചാവോ ആവോ. അങ്ങനെ വലിയൊരു ഉറക്കം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും എനിച്ചിരിക്കുകയാണ്. വയനാട്ടിലേക്കുള്ള ചുരം കയറാൻ വേണ്ടി പോവാണ് ഇനി ഞങ്ങള്. പുറത്താണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ട്, ഞങ്ങൾക്ക് നന്നായിട്ട് തണുക്കണമുണ്ട്. അങ്ങനെ താമരശ്ശേര ചുരം ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുടുങ്ങി 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 മുകളിലേക്ക് കയറുന്തോറും നല്ല രീതിയിൽ കോട ഉണ്ടായിരുന്നു. നല്ല മഞ്ഞുണ്ട്, നല്ല തണുക്കണമുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. വ്യൂ പോയിന്റിലൊക്കെ ഒന്നും കാണാനില്ല, മൊത്തം പുകമയമാണ്. ഈ സമയത്തൊക്കെ വ്യൂ പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, പുക മാത്രം കണ്ടിട്ട് പോകാൻ എല്ലാവർക്കും. അങ്ങനെ ഞങ്ങൾ കൽപ്പറ്റ സ്റ്റാൻഡിൽ വന്നിറങ്ങി. നല്ല മഴയാണ്. മഴയത്ത് കുടയും പിടിച്ച് ഹോട്ടലും തപ്പി നടക്കാണ് ഞങ്ങൾ രണ്ടുപേരും. സമയം 8 മണി ആവാറായി. ഇതുവരെ ഇവിടുത്തെ കടകളൊന്നും ഓപ്പൺ ആയിട്ടില്ല. ഞാനും അനന്തുവാണെങ്കിൽ കടകൾ വല്ലതും തുറന്നിട്ടുണ്ടോന്ന് നോക്കി ഇങ്ങനെ തേരാപ്പാറ നടക്കാണ്. ഏതെങ്കിലും ഓർമ്മ തുറന്നുണ്ടോ നോക്കി. അങ്ങനെ അവസാനം ഒരു ചുണ്ണി കട കണ്ടുപിടിച്ചു. ഞങ്ങൾ രണ്ടുപേരും അവിടെ കയറി ഇരിപ്പായി. പൂരി കഴിക്കാൻ വന്നിരിക്കുന്നു. അതെ, ഞങ്ങൾ രണ്ടുപേരും പൂരി കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പൂരിയും കിഴങ്ങറിയാണ് പറഞ്ഞത് കഴിക്കാൻ വേണ്ടി. ഫുഡ് റിവ്യൂ പറയുകയാണെങ്കിലോ, പൂരി ഓക്കെ ഫുഡായിരുന്നു. പക്ഷെ കിഴങ്ങറിയിൽ ഭയങ്കരമായിട്ട് കുരുമുളകിന്റെ കുത്തായിരുന്നു. പക്ഷെ നല്ല വിശപ്പുള്ളാനും കഷ്ടപ്പെട്ട് ഞങ്ങൾ അത് കഴിച്ചു എങ്ങനെയോ. ഗായ്സ്, അങ്ങനെ ഫൈനലി ഞങ്ങൾ വയനാട് എത്തി. ഞാനുണ്ട്, അനന്തുണ്ട്. ഇവിടെ ഒരു ഹോട്ടലൊക്കെ ഇറന്നിട്ട് എന്റെ പിന്നെ ഈ നേരത്തെ ഇവിടെ ഒരു ഹോട്ടൽ പോലും തുറന്നുള്ള അവസാനം ഞങ്ങൾ ചെറിയൊരു കടയിൽ കയറി ഫുഡ് കഴിച്ചു. ഇവിടെ റെസ്റ്റോറന്റ് ഒന്നും തുറന്നുള്ള ഈ നേരത്ത്. സമയം 8 മണി ആവാറായി. ഇപ്പോഴും കടകളൊന്നും തുറന്നുള്ള. കാര്യം കുറെ കടയുണ്ട്, വലിയ ടൗണൊക്കെയാണ്. ഒന്നും തുറന്നുള്ള. കുറ്റം പറയണില്ല, കുറച്ചുകൂടി നേരത്തെയൊക്കെ തുറക്കായിരുന്നു. അങ്ങനെ കട തുറക്കാത്തതിന്റെ പരാതിയും പറഞ്ഞ് ഞങ്ങൾ ബസ് കയറിയുണ്ട്. അനന്തൂനൊരു കോളേജിലേക്കുള്ള ഇന്റർവ്യൂവിന് വേണ്ടിയാണ് ഞങ്ങൾ രണ്ടുപേരും ഈ പോണത്. പുളിയാർമല ഗവൺമെന്റ് ITI കൽപ്പറ്റ. അതെ, പുളിയാർമലയിൽ ഗവൺമെന്റ് ITI കോളേജിലേക്കാണ് ഞങ്ങൾ പോണത്. അനന്തുവാണെങ്കിൽ ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി കുറെ നടക്കാനുണ്ട്. 2-2.5 കിലോമീറ്റർ അങ്ങോട്ട് നടക്കാനുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. പെൻസിലുണ്ടോ? Myself, I am coming from I am Anandu Kamal. I am from Ernakulam. I am completing my graduating BA Political Science from St. Peter's College, Kolanjeri. Okay. My family consists of 5 members. Father, mother and 2 sisters. And I belong to ഇങ്ങനെയാണോ? ബിലോങ് ടു അത്രേ ഉള്ളു. ഇന്റർവ്യൂവിനുള്ള പ്രിപ്പറേഷൻ കണ്ടോ? കിടക്കുന്ന. അങ്ങനെ അവന്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ നിങ്ങൾ കേട്ടല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു? ഇറക്കിന്റെ ഉള്ളിൽ ചെറിയൊരു പേടി ഇല്ലയോ ഉണ്ടയോ എന്നൊരു ചെറിയ സംശയമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കളിയും ചിരിയും തമാശയായിട്ട് ഇങ്ങനെ നടക്കാണ്. ഇത്രയും ദൂരെ കഷ്ടപ്പെട്ടു വന്നോണ്ട് തന്നെ. അതുകൊണ്ട് അതെ, എടുത്ത് തോർത്ത് വെക്കുന്നില്ല. പടക ബിസി ഷെഡ്യൂളാണ്. ഉറങ്ങാനൊക്കെ പറ്റി ഞങ്ങക്ക്. ചെറിയ ചെറുക്കിന് മുട്ടി നിക്കാണ്. എന്തായാലും വയനാട്ടിൽ വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചൊരു തണുപ്പ് കിട്ടിയില്ല. പക്ഷെ ചുരമൊന്നും കാണാൻ പറ്റില്ല. ചുരമൊന്നും കാണാൻ പറ്റില്ല. ചുരത്തിന് മൊത്തം പുകയാന്നു. ചുരത്തിന് മൊത്തം പുക, ഒന്നും കാണാനും ഇല്ല. വണ്ടിയിൽ ഫുൾ പുകച്ചു വിട്ടിട്ട്. അതെ, പിന്നെ നല്ല ഉറക്കം ഇറങ്ങി. ഇടക്ക് ഉറങ്ങും, ഇടക്കോ എനിക്കും. ഏറ്റവും ബാക്ക് സീറ്റിലായിരുന്നു. അതായത് ഇടക്കിടക്ക് കുലുങ്ങി വയറും വേനെടുത്ത് നല്ല സുഖം തെറിച്ച് പുറത്തേക്ക് പോയില്ല. അതെ, മഴ പെയ്യാവോ? നല്ല മഴക്കാറുണ്ട്. റെഡ് അലേർട്ട് ആണ് വയനാട്ടില്. കൽപ്പറ്റയിൽ മണ്ണിടിച്ചു എന്ന് പറഞ്ഞ കൂട്ടുകാരൊക്കെ സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തന്നേക്കണു ന്യൂസിന്റെ ദുരന്തങ്ങള്. ഇവിടെ പിന്നെ മലയൊന്നും കാണില്ല. ഇടിയെ നിരപ്പായ പ്രദേശമാണ്. ഇനി മലയുടെ മണ്ടയിലാണ് നമ്മള്. അതെ, നമ്മളെ മലയുടെ മണ്ട. ഇത് ഇറക്കമാണെന്ന് തോന്നുന്നു. ഞങ്ങൾ മലയുടെ മണ്ടയിലാന്ന് തോന്നുന്നു. ഹേ ഗൈസ്, ഞങ്ങൾ പോന വഴിക്കൊരു ചേട്ടനോട് വഴി ചോദിച്ചു. ആ ചേട്ടൻ പറഞ്ഞു ഇവിടെ നിന്ന് ലെഫ്റ്റ് ചെയ്ത് കുറച്ചുള്ളൂ എന്ന്. പിന്നെ കുറച്ചുകൂടി ഉണ്ട്, പിന്നെ കുറച്ചും കൂടി ഉണ്ടെന്ന്. ഇപ്പൊ നടന്ന് കുറേയായി. ഇതുവരെ കുറച്ച് കഴിഞ്ഞിട്ടില്ല. എപ്പോൾ എത്തുന്ന പ്രതീക്ഷിക്കുന്നു? 500 മീറ്റർ കഴിഞ്ഞിപ്പോ 1 കിലോമീറ്റർ ആയി. അതെ, ഒരു 1.5-2 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു നടക്കാൻ.
ഓട്ടോ വിളിക്കാൻ പറഞ്ഞതാ. മര്യാദക്ക് ഓട്ടോ വിളിച്ച് വന്നാ മതിയായിരുന്നു. ലൈവ് പിടിക്കാൻ പറഞ്ഞല്ലേ. കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ നാട് കാണണേ. ഓട്ടോയിൽ ഇരുന്നാ നമ്മള് കോളേജ് മാത്രല്ലേ കാണുള്ളൂ. ഇതാണ് ഇപ്പൊ 2 പട്ടികൾ പുറകെ വന്നു, 2 കുട്ടികൾ 2 കുട്ടികൾ പുറകെ വന്നു. വന്നപ്പോ തന്നെ കുട്ടികളെയാണ് എന്റെ നോട്ടം. ഞാനിടും. ഹായ്. അങ്ങനെ വിജനമായ റൂട്ടിൽ കൂടെ കുറെ നടന്ന് അവസാനം ഞങ്ങൾ കോളേജിന്റെ മുമ്പിൽ വന്നെത്തിയിട്ടുണ്ട്. ഇതാണ് ഗവൺമെന്റ് ITI കോളേജ് കൽപ്പറ്റ. അനന്തുവിന്റെ ക്യാമ്പസ്. പ്രകൃതി രമണി എല്ലാം ഉണ്ട്. പഠിക്കാൻ കിട്ടും. അതെ, ആദ്യം പഠിക്കാൻ കിട്ടും. ഇന്റർവ്യൂ പാസ്സാവാ. വീണ്ടും 3G ആയി. ഇതല്ല കോളേജ്, ഇതിന്റെ അപ്പുറത്താന്ന്. ഇത്ര നേരം എടുത്ത ഡിലീറ്റ്. അതെ, ഇത്ര നേരം എടുത്ത വിഷയം ഇവന്റെ കോളേജിന്റെ ഇല്ല, വേറെ ആദ്യം കോളേജിന്റെ. ഞങ്ങൾക്ക് അറിയാൻ കൂടി പാടില്ല ഏതാ സ്ഥലം. ഇനി അത് കണ്ടുപിടിക്കട്ടെ. വീണ്ടും നടത്തം തുടരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ വന്നെത്തി. ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അന്ന് വരേണ്ടത് ITI കോളേജിലേക്ക് അല്ലായിരുന്നു. അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉള്ളിലൊക്കെ കയറി ഒരു സാറ് പറഞ്ഞു ഇവിടെ ഇരുന്നോ, വെയിറ്റ് ചെയ്തോ, ഇപ്പൊ വരാന്ന് പറഞ്ഞ് പോയേക്കാണ്. ഞങ്ങൾ 2 പേര് ഇവിടെ നോക്കിയിരിക്കുകയാണ്. അതിനെന്തോ ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ട്. സാരമില്ല, പേടിക്കണ്ട, സിമ്പിളാണേ. ഒരു സാധനം കയ്യിലില്ല. നീ പിന്നെ ഒരു സാധനം കയ്യിലാണ്ടാണ് വന്നേ. ഇതൊക്കെ നേരത്തെ എടുത്തില്ല. അടി. ഇവൻ ഇവിടെ വന്നേക്കണത് ഏവിയേഷന്റെ കോഴ്സിന് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെയാണെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റും ഉണ്ട്, ഏവിയേഷനും ഉണ്ട് കോഴ്സ് പഠിക്കാൻ. ഇത് അവരുടെ ഓപ്പൺ ക്യാൻറ്റീൻ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അനന്തു ആണെങ്കിൽ ഇന്റർവ്യൂ കഴിയണക്കാലം മുന്നേ ബസ്സിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ തന്നെ അവൻ തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്താണ്. പക്ഷെ ബുക്ക് ചെയ്ത ടിക്കറ്റ് വെളുപ്പിന് 5:30 പോയെന്നേ ഉള്ളൂ. അങ്ങനെ പോയി 600 രൂപ. ഈ കാണുന്നത് ഇവിടുത്തെ ഹോട്ടൽ മാനേജ്മെന്റ് പിള്ളേരുടെ ഫുഡ് ട്രക്കാണ്. ഇന്റർവ്യൂ കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറാണ്. അതെ, സെൽഫിന്റെ കേട്ടാന്നോ? അതെ, ഞാൻ കേട്ടായിരുന്നു. ലാസ്റ്റ് ആയപ്പോ നിന്നുപോയേ പെട്ടെന്ന് എഞ്ചിൻ. ഞാൻ പഠിച്ച പറഞ്ഞു ബിലോങ്സ് ടു ചെക്ക് ആവുന്ന എനിക്ക് അറിയാവുന്നു. അതുകൊണ്ട് പറഞ്ഞില്ല. സാറല്ല, വേക്കൻസി നിനക്ക് നിന്നെ വിളിക്കും, പേടിക്കണ്ട. വേക്കൻസി ഉണ്ടായി കഴിഞ്ഞാലും പ്രശ്നമാണ്, ഉണ്ടായില്ലേലും പ്രശ്നമാണ്. അങ്ങനെ ഇന്റർവ്യൂവിന്റെ മഹാത്മ്യങ്ങളും പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴാണ് ഒരുത്തി നടന്നു വന്നത്. ആ നടന്നു വന്നതാണ് സേതുലക്ഷ്മി. ആരത്? ഇവള് ഇവിടെ ഏവിയേഷൻ തന്നെയാണ് പഠിക്കുന്നത്. ഇവക്കൊരു സഞ്ചി സാധനങ്ങൾ ഇവളുടെ അച്ഛൻ തന്നുവിട്ടുണ്ട്. അതുമായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. സഞ്ചി സാധനവുമായി വന്നിരിക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുകൂടെ? ഞങ്ങളെ കൊണ്ട് ചോദിക്കണം. ഒരു സഞ്ചിയിൽ കുറച്ച് തുണിയും കായവറുത്തതും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇവക്ക് അങ്ങനെ ഇവളോട് വർത്താനവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇനി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങാണ്. അങ്ങനെ നല്ല മഴയത്ത് വയനാട്ടിൽ കൂടെ കൊടയും ചൂടി ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് പോവാണ് ബസ് കയറാൻ വേണ്ടി. അങ്ങനെ ബസ് സ്റ്റോപ്പിലും വന്നെത്തി. ഇനി ബസ് വന്ന വരെ ഇവിടെ നോക്കുന്ന ഇപ്പൊ തന്നെ. അങ്ങനെ കൽപ്പറ്റയിൽ വന്നിറങ്ങി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറന്റ് കയറി ഇരിക്കുകയാണ്. പതിവ് പോലെ തന്നെ ഞങ്ങൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അനന്തു ആണെങ്കിൽ ആക്രാന്തം മൊത്തം ചിക്കൻ കാലും എടുത്ത് നോക്കി കയ്യും പൊള്ളി ഇരിക്കണ്ട അവിടെ. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വയറ് നിറച്ചിട്ടുണ്ട്. ഇനി നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ബസ്സും കാത്തു നിൽക്കുകയാണ് ഞങ്ങൾ 2 പേരും. അങ്ങനെ ബസ്സിൽ കയറി സീറ്റ് പിടിച്ചിട്ടുണ്ട്. സ്വിഫ്റ്റ് ബസ്സിലാണ് ഞങ്ങൾ കയറിയേക്കണത്. ആരുമില്ലാത്ത വണ്ടി, സുഖയാത്ര, കിടന്നു വരെ പോവാ, വിത്ത് അഡാപ്റ്റർ, ചാർജ് കുത്തിയിടാം. ആഹാ. അങ്ങനെ 12:20 ഞങ്ങൾ ബസ്സിൽ കയറിയതാണ്. ഇപ്പൊ സമയം 12:50 ആയുണ്ട്. പുറത്താണെങ്കിൽ നല്ല കോടയാണ്, ഒന്നും കാണാൻ പാടില്ല. കടകളിലേക്കൊക്കെ കോട കയറി മൊത്തം പുകമയാണ്. അങ്ങനെ ചുരമൊക്കെ ഇറങ്ങാറായപ്പോഴത്തേക്കും അനന്തു ഒരു സൈഡിൽ ഉറക്കായുണ്ട്. എന്താ സുഖം, കട്ടിൽ കിടന്നുറങ്ങാണ്. ഞാനും ഈ സൈഡിൽ കിടന്നുറങ്ങണ്ടേ. എനിക്കത്ര ഉറക്കൊന്നും വന്നില്ല. ചുരം ഇറങ്ങിയപ്പോഴത്തേക്കും ഛർദ്ദിക്കാനൊക്കെ വന്ന് ആകെ ഉപ്പാട് ഇളകിയിരിക്കുകയാണ് ഞാൻ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബസ്സിൽ തിരക്കായി, ആൾക്കാരൊക്കെ കയറി. ഞങ്ങൾ ഒരു സൈഡിൽ തലയെ കൊടിഞ്ഞ് കുത്തി കിടന്നുറങ്ങുകയാണ്. അങ്ങനെ യാത്രക്കിടയിൽ ഞങ്ങൾ പെരുമ്പാവൂരെത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. സമയം 10 മണിയായി. അങ്ങനെ ഇന്റർവ്യൂവിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി ഞാൻ അപ്പവും ചിക്കൻ കറിയും പറഞ്ഞു. അവൻ കിഴിപ്പൊറോട്ടയാണ് പറഞ്ഞേക്കണത്. അങ്ങനെ കിഴിപ്പൊറോട്ടയൊക്കെ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ. നല്ല മണമൊക്കെ അവൻ്റെ പറയേണ്ട ചെറുക്കൻ. ആദ്യമായിട്ടാണ് കിഴിപ്പൊറോട്ട അവൻ കഴിക്കണത്. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത അത്രയും വലിയ സംഭവം ഒന്നല്ലായിരുന്നു ആ കിഴിപ്പൊറോട്ട. സാധാ ഒരു പൊറോട്ടയും ബീഫ് കറിയും മേടിക്കുന്ന അതേ ഫീലാണ് എനിക്ക് തോന്നിയുള്ളൂ കഴിച്ചപ്പോൾ. അങ്ങനെ അപ്പവും ചിക്കൻ കറിയും കിഴിപ്പൊറോട്ടയും കഴിച്ച് ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വ്ളോഗ് നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കണ്ട. അപ്പൊ ഇത്രയുള്ളൂ ഇഷ്ടം. അപ്പൊ എല്ലാവർക്കും ബൈ.